नमस्कार गुटारे। आज हमें आप लोगों के लिए इतने दिन मैं बहुत सारे टिप्स लेके आई थी, तो आज मैंने सोचा छोटा मोटा हिंदी ही सिखा देती हूँ। കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ടിപ്സും ട്രിക്സും ഒന്നുമല്ല, ജസ്റ്റ് ഒരു ടോക്കിംഗ്, അതായത് സ്പോക്കൺ ഹിന്ദി ക്ലാസ് ആയിട്ടാണ് വന്നത്. ജസ്റ്റ് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ സെൻറ്റൻസുകൾ എങ്ങനെ പറയാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ബേസിക് ആയിട്ടുള്ള സ്പോക്കൺ ഹിന്ദി ക്ലാസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മേ വരുമ്പം ഹും വരും, തും വരുമ്പം ഹോ വരും അല്ലേ. ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളിലൂടെ നോക്കിയാലോ. അതന്നെ മേ ഇപ്പം ഞാൻ സ്ത്രീലിംഗത്തിലും പുല്ലിംഗത്തിലും പറയാം, അപ്പം രണ്ട് കൂട്ടർക്കും അത് യൂസ്ഫുൾ ആവുമല്ലോ. അതുപോലെ സ്ത്രീലിംഗം പുല്ലിംഗം നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. അങ്ങനെ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, മേ ലഡ്കി ഹൂ, മേ ലഡ്കി ഹൂ അല്ലേ, ഞാൻ പെൺകുട്ടിയാണ് എന്നുള്ളതാണ് സെൻറ്റൻസ് അല്ലേ. അതിൻ്റെ പുല്ലിംഗം നോക്കിയാൽ മേ ലഡ്കാ ഹൂം, മേ ലഡ്കാ ഹൂം, മേ ലഡ്കി ഹൂം, മേ ലഡ്കാ ഹൂം. മേരാ നാം ശ്രീജ ഹൈ, മേരാ നാം രാജു ഹൈ, മേരാ നാം ശ്രീജ ഹൈ, മേരാ നാം രാജു ഹൈ. അതുപോലെ തന്നെ ഇനി നമ്മൾ മേ വിദ്യാർത്ഥിയാണെന്ന് വയ്ക്കാം. മേ വിദ്യാർത്ഥി ഹൂ എന്ന് പുല്ലിംഗത്തിൽ പറയും. സ്ത്രീലിംഗത്തിൽ എങ്ങനെ പറയും? വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ മതിയോ? അല്ല, മേ വിദ്യാർത്ഥിനി ഹൂ, മേ വിദ്യാർത്ഥിനി ഹൂ, മേ വിദ്യാർത്ഥി ഹൂ, മേ വിദ്യാർത്ഥിനി ഹൂ അല്ലേ. ഇനി അധ്യാപകരാണെങ്കിലോ, മേ അധ്യാപക് ഹൂ, മേ അധ്യാപിക ഹൂ. സ്ത്രീലിംഗത്തിൽ പറയുമ്പോൾ അധ്യാപിക, പുല്ലിംഗത്തിൽ പറയുമ്പോൾ അധ്യാപക്. മേ അധ്യാപക് ഹൂ, മേ അധ്യാപിക ഹൂ. സിമ്പിൾ അല്ലേ. അതുപോലെ തന്നെ ഇനി നമ്മൾ തും വരുമ്പം, തും കോൻ ഹോ, നീ ആരാണ്? തും കോൻ ഹോ, അതിനുത്തരം നമ്മളെങ്ങനെ പറയും? മേ ജൂബി ഹൂ, മേ ശ്രീജ ഹൂ, അല്ലെങ്കിൽ മേ രാജു ഹൂ. നമ്മുടെ പേര് ചേർത്ത് നമുക്ക് പറയാം. അപ്പം മേ വരുമ്പോൾ ഹും വരുമെന്നും തും വരുമ്പം ഹോ വരുമെന്നും നമുക്ക് മനസ്സിലായില്ലേ. അതുപോലെ തന്നെ തും കോൻ ഹോ എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ എങ്ങനെ ചോദിക്കാം? തും കഹാ സെ ഹോ, നീ എവിടെ നിന്നാണ്? തും കഹാ സെ ഹോ, നീ എവിടെ നിന്നാണ്? കഹാ എവിടുന്ന്. തും കഹാ സെ ഹോ, മേ കോട്ടയം സെ ഹൂ, മേ നാസിക് സെ ഹൂ. അങ്ങനെ പറയാം അല്ലേ. നിങ്ങളുടെ നാട് എവിടെയാണോ ആ നാടിൻ്റെ പേര് മാത്രം ചേർത്തിട്ട് മേ കോട്ടയം സെ ഹൂ, മേ എറണാകുളം സെ ഹൂ, മേ ട്രിവാൻഡ്രം സെ ഹൂ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ്സ് തും, തും എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നോക്കുകയാണെങ്കിൽ ഒറ്റ വേർഡ് മീനിങ്ങേ ഉള്ളൂ. തും എന്നുള്ളതിന് യു എന്നുള്ള അർത്ഥം മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഹിന്ദിയിൽ യു എന്നുള്ളതിന് എത്ര വേർഡ്സ് ഉണ്ടെന്നറിയാമോ? തും, തു, ആപ്പ് അല്ലേ, 3 വാക്യങ്ങളുണ്ട്. പക്ഷേ ആ 3 വാക്യങ്ങളുടെ ഡിഫറൻസ് നിങ്ങൾക്കറിയാമോ? സിമ്പിളാണ്. തും എന്ന് പറയുന്നത് നിങ്ങൾ എന്നർത്ഥമാണ് വരുന്നത്, തും എന്നുള്ളത്. താങ്കൾ എന്നുള്ള അർത്ഥം വരുന്നതാണ് ആപ്പ് എന്നുള്ള വാക്ക്. അത് കഴിഞ്ഞ് തൂവോ, തൂ എന്ന് പറഞ്ഞാൽ നീ എന്നുള്ള അർത്ഥമാണ് തൂവിന് വരുന്നത്. അപ്പോൾ അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. മലയാളികൾക്ക് ബേസിക്കായിട്ട് അറിയാം. കാരണം നമ്മൾ ആ ഒരു മര്യാദയിൽ നമ്മൾ സംസാരിക്കുമ്പം നിങ്ങൾ, താങ്കൾ, നീ, നമ്മുടെ തരപ്പടിക്കാരോട് നമ്മൾ നീ എന്നല്ല തൂ എന്ന് നമ്മൾ സംസാരിക്കാറുണ്ട്. वैसे ही हमें छोटी मोटी बातें मैंने आज आपको बताई है. जैसे कि मैं, जब मैं आता है तो हुम से फिनिश होता है सेंटेंस. मैं श्रीजा हूँ, मैं अध्यापिका हूँ. അതുപോലെ തന്നെ ഛാത്ര, ഞാൻ കുട്ടിയാണ്. വിദ്യാർത്ഥി വിദ്യാർത്ഥിനി അല്ലാതെ വേറൊരു വാക്കും കൂടെ നമ്മൾ യൂസ് ചെയ്യാണ്ട്. മേ ഛാത്ര ഹൂ, മേ ഛാത്രാ ഹൂ. ഛാത്ര എന്ന് പറയുമ്പം അത് വിദ്യാർത്ഥിനി എന്നുള്ള അർത്ഥമാണ്. ഛാത്ര എന്ന് പറയുമ്പോഴോ വിദ്യാർത്ഥി, അതായത് ആൺകുട്ടീനെ സൂചിപ്പിക്കുന്നതാണ് ഛാത്ര. ഛാത്ര എന്ന് പറയുന്നതോ പെൺകുട്ടികളെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലായില്ലേ. മേ വരുമ്പം ഹും വരുമെന്നും തും വരുമ്പം ഹോ വരുമെന്നും. തും കോൺ ഹോ, തും കഹാ സെ ഹോ, തും കബ് ആവോഗി എന്നൊക്കെ പറയുന്ന പോലെ തും വരുമ്പം ഹോയാണ് ഫിനിഷിങ് വരിക അല്ലേ.
അപ്പം ഈ ഒരു സിമ്പിൾ ട്രിപ്സിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ഒരാളുടെ മുന്നിൽ പരിചയപ്പെടുമ്പോൾ പറയാമെന്നും നിങ്ങൾക്ക് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതും സ്ത്രീലിംഗം പുല്ലിംഗം എങ്ങനെ വരും എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ ഷോർട്ട് ഒരു സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഹിന്ദി മനസ്സിലാക്കാൻ പറ്റി, അല്ലെ അത്യാവശ്യം കുറച്ച് വേർഡിങ്സ് പറയാൻ പറ്റും. സ്ത്രീലിംഗം പുല്ലിംഗം മനസ്സിലായെന്ന് വിചാരിച്ചുകൊണ്ട് നെക്സ്റ്റ് ഒരു ഇതുപോലത്തെ തന്നെ ഒരു വീഡിയോസുമായി കണ്ടുമുട്ടുന്നിടം വരെ ടിൽ ദെൻ ബൈ ബൈ.